സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ജോഷുവ മലാക്കാല എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് ചില കമൻറ്റുകൾ ചെയ്തിരുന്നു, ചില പ്രതികരണങ്ങൾ ചെയ്തിരുന്നു. യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് സെപ്റ്റംബർ മാസം 23 ഒക്കെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ആ ഒരു പ്രവചനം നടത്തിയത്. 23 അല്ലെങ്കിൽ 24. ആ പ്രവചനത്തെ അതിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ, കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ആർക്കും പ്രവചിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ വീഡിയോയ്ക്ക് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചത്. എന്നാൽ ആ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ വന്ന കൂട്ടത്തിൽ ജോഷുവയുടെ ആ ഒരു പ്രോഫസിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില കമൻറ്റുകൾ വന്നു. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയല്ല, ഭാഗികമായിട്ടെങ്കിലും. എങ്ങനെയാണത് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? മറ്റ് പഴയ പ്രവചനങ്ങൾ പോലെയല്ല ഈ ജോഷുവയുടെ പ്രവചനങ്ങൾ, വളരെ ആധികാരികമാണ്. അദ്ദേഹം എവിഡൻസുകൾ നിരത്തുന്നു എന്നിത്യാദി വാദങ്ങളാണ് അങ്ങനെയുള്ള കമൻറ്റുകളിൽ ഞാൻ കണ്ടത്. അതുകൊണ്ട് ആ വ്യക്തികൾക്ക് വ്യക്തിപരമായ മറുപടി കൊടുക്കാമെങ്കിലും നമ്മുടെ പ്രേക്ഷകർ മുഴുവൻ ആ മറുപടി മനസ്സിലാക്കേണ്ടത് കൊണ്ട് അല്പകാര്യങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിലെ ജോഷുവ എന്ന് പറയുന്ന ആ സൗത്ത് ആഫ്രിക്കൻ പ്രോഫറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾക്കൊരു മറുപടിയാണ് ഈ ഒരു സെഷനിൽ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കമൻ്റ് ഇട്ട ആളുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല. കാരണം അത് അവരുടെ ആശയങ്ങൾ പൂർണ്ണമായിട്ട് എന്താണെന്നൊരു കമൻറ്റിലൊന്നും നമുക്കറിയാത്തത് കൊണ്ട് വ്യക്തിപരമായി ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇട്ട കമൻറ്റ് ഞാൻ വായിക്കാം. അതായത്, ജോഷുവ പറഞ്ഞ പ്രവചനത്തിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അധികാല ലക്ഷണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ പെന്തക്കോസ്തൽ പാസ്റ്റർമാരെ നിഷേധിച്ചുകൊണ്ടിരിക്കുക. അവർ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ പ്രസംഗിച്ച് അങ്ങ് ജീവിക്കുക. ഇത് സത്യമാണ്, ഈ പറഞ്ഞത് സത്യമാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ വളരെ കുറവാണ്. ഇനി പ്രസംഗിക്കുന്നവർ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള കോൺസ്പിറസി തിയറികളാണ് പ്രസംഗിക്കുന്നത്. എല്ലാത്തിനെയും യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്ത് സംഭവിച്ചാലും അതിനെയെല്ലാം ഈ പറഞ്ഞ പ്രവചന വ്യാഖ്യാനത്തിൻ്റെ ഭാഗമാക്കുന്ന ചില ആളുകളുണ്ട്. ശരിക്കും യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിപ്പിക്കുന്നവർ വളരെ കുറവായിരിക്കുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ്. ആളുകൾക്ക് കൂടുതലും ഈ പറഞ്ഞതുപോലെയുള്ള അനുഗ്രഹം, വിടുതൽ, സൗഖ്യം, ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇതൊക്കെ കേൾക്കാനാണ് ഇഷ്ടം. ഞാൻ ആ വാദഗതിയോട് യോജിക്കുന്നു. പക്ഷേ അങ്ങനെ ആളുകൾ പഠിപ്പിക്കുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് കർത്താവിൻ്റെ മടങ്ങിവരവ് നടക്കാതിരിക്കത്തൊന്നുമില്ല. അത് നടക്കേണ്ട കൃത്യസമയത്ത് തന്നെ നടക്കും. ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഡേറ്റ് പ്രവചിക്കാമോ എന്നുള്ളതിലാണ്. ഇന്ന ഡേറ്റിൽ കർത്താവ് മടങ്ങി വരുമെന്ന് പറയത്തക്കൊണ്ട് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? അത് ശരിയായ നടപടിയാണോ? വളരെ വ്യക്തമാണ്. ഞാൻ ഈ പ്രവചനത്തെ നിഷേധിക്കാൻ കാരണം ഇത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ തന്നെ പഠിപ്പീരിന് എതിരാണ്. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പഠിപ്പിച്ചപ്പോൾ, ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം തവണ പഠിപ്പിച്ചപ്പോൾ, കർത്താവിൻ്റെ വരവിൻ്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, ആ തീയതി അന്വേഷിക്കരുത് എന്ന് പഠിപ്പിച്ചപ്പോൾ, ആളുകളത് അന്വേഷിക്കുകയും ആ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വചനവിരുദ്ധമാണ്, യേശു കർത്താവ് പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു അപ്പീലുമില്ല, ഇതിനകത്തൊരു സാധ്യതയുമില്ല. ആർക്കും അത് ചെയ്യാൻ അനുവാദമില്ല. എവിടെയെങ്കിലും ഒരിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, അനധികൃതമായി പ്രവേശിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഒരുത്തൻ ചെന്നിട്ട് അവിടെ പ്രവേശിക്കുക, പ്രൊഹബിറ്റഡ് ഏരിയയിൽ പ്രവേശിക്കുക. നാം പ്രവേശിക്കാൻ പാടില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞ പ്രൊഹബിറ്റഡ് ഏരിയയിൽ പ്രവേശിക്കുകയാണ് ഇത്തരമുള്ള ഡേറ്റുകളെക്കുറിച്ചുള്ള കാൽക്കുലേഷൻ നടത്തുന്നവർ ചെയ്യുന്നത്. എന്തിനാണ് അവരങ്ങനെ കാൽക്കുലേഷൻ നടത്തുന്നത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ക്യൂരിയോസിറ്റി. അതായത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ, എന്നാ കർത്താവിൻ്റെ വരവെന്ന് അറിയാനൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റി. അതിന് വേദപുസ്തകത്തിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. രണ്ടാമത്തെ കാരണം എളുപ്പം കിട്ടുന്ന പ്രശസ്തി. അതായത് ഈ പല ആളുകളും
അവർക്ക് എങ്ങനെയും പ്രസിദ്ധരാകണം. അതിന് ഇങ്ങനെയുള്ള തെറ്റായ നടപടികൾ സ്വീകരിച്ചത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, പ്രസിദ്ധി കിട്ടണം. പണ്ടേ എൻ്റെ ഒരു പരിചയക്കാരനും പറഞ്ഞതാണ്, ഈ കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല, ഒരു വിവാദമാണെങ്കിലും കുഴപ്പമില്ല, പൊങ്ങി വരണമെങ്കിൽ, പുറത്ത് വരണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, 10 ആളെ അറിയുമെങ്കിൽ അത് സംഭവിച്ചോട്ടെ. അപ്പോൾ വിവാദങ്ങളുണ്ടാക്കി കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല, കുറേ കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകും, ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ അറിയും എന്നുള്ളൊരു പ്രസിദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്നത് വൈറലാകും. അല്ല, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കരുത് എന്ന്, ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യരുത് നമ്മളൊരു വീഡിയോ ഇട്ട് എല്ലാവരും കാണത്തില്ല. പക്ഷേ ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഇത്രാം തീയതി കർത്താവ് വരും, ആ വീഡിയോ അങ്ങ് വൈറലാകും. 2 വിധത്തിൽ വൈറലാകും. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട്. രണ്ടാമത്, ഇതിൽ വിശ്വസിക്കാത്തവർ ഇവൻ എന്ത് മണ്ടത്തരമാടാ പറയുന്നത് എന്ന് പറഞ്ഞു അതിനെ വൈറലാക്കും. മൂന്നാമത്, പ്രസിദ്ധിയോടുകൂടി തന്നെ പണം. ഫാമിലി റേഡിയോ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും കർത്താവിൻ്റെ വരവ് പ്രവചിക്കുകയൊക്കെ ചെയ്തതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 തോന്നുന്നു, 2012 കർത്താവ് വരുന്ന അദ്ദേഹം പ്രവചിച്ചെന്ന് എൻ്റെ ഓർമ്മ. എന്തുണ്ടായെന്നറിയാം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു, വലിയ മില്യൺസ് ഓഫ് ഡോളേഴ്സ് അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ലക്ഷ്യം പണം, മൂന്നാമത്തെ ലക്ഷ്യം പണം. ഇങ്ങനെ പല ലക്ഷ്യങ്ങളോട് കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരുന്ന ആളുകളുണ്ട്. അവർക്കൊരു പ്രസ്ഥാനം ഉണ്ടാക്കാം, കുറേ ആളുകളെ കൂടെ കൂട്ടാം, അതിലുള്ള സാമ്പത്തികവും പ്രസിദ്ധിയും ഒക്കെ അവർക്ക് കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ കൂടെ കൂട്ടാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വരവ് അത് പ്രവചനത്തിന് അതീതമാണെന്ന്? പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശു കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് യേശു ഉത്തരം പറയുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ദേ കെയിം ടുഗദർ, അവരൊന്നിച്ചു വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ ഈ സമയത്താണോ നിന്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തൊരു സമയമാണിത്. ഇതൊത്തിരി വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ മറ്റൊരു സെക്ഷനിൽ വിശദീകരിക്കാൻ കാരണം, എവരി ന്യൂ ടെസ്റ്റ്മെൻ്റൽ ഡോക്ട്രിൻ അത് ഫോം ചെയ്യാനെടുത്തൊരു ടൈം പീരീഡ് ഉണ്ട്, ഒരു ഫോം തിയറി ഉണ്ട്. അതായത് ഡോക്ട്രിൻ ഡെവലപ്പ് ചെയ്തത് ഒരു ദിവസം കൊണ്ടല്ല, ഇറ്റ് ടുക്ക് സം ടൈം. യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും സ്വർഗാരോഹണം കഴിഞ്ഞ് സഭ സ്ഥാപിക്കപ്പെട്ടപ്പോഴേ എല്ലാ ഡോക്ടറിനും അതുപോലെ പാഴ്സൽ ചെയ്ത് കർത്താവ് വഴി കൊടുത്തില്ല. അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ചും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ തനിക്ക് കിട്ടിയ വെളിപ്പാടുകളിലൂടെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1-ാം നൂറ്റാണ്ടിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച് എന്താണ്, അതിൻ്റെ ഡോക്ട്രിൻ എന്താണെന്നുള്ളത് ഫോമായത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് നടക്കുന്ന സംഭാഷണമാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച് സ്ഥാപിക്കപ്പെട്ടു പോലുമില്ല. അല്ല എങ്കിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഉറങ്ങി സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമ സഭ അത് സ്ഥാപിക്കപ്പെട്ടു പോലുമില്ല. അതിനു മുമ്പേ ഈ ശിഷ്യന്മാർക്ക് അറിയത്തില്ല ഇനി എന്താ ഫ്യൂച്ചർ എന്നുള്ളത് അറിയത്തില്ല. അവരുടെ ചിന്ത കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നു. അതിനൊരു കാരണം, ഇവരെല്ലാം യഹൂദന്മാരാണ്. ഇവർ കേട്ടു വളർന്നത് ജൂയിഷ് എസ്കറ്റോളജിയാണ്. ജൂയിഷ് എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? ജൂയിഷ് എസ്കറ്റോളജി എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് യഹൂദന്മാർ ഭാവി കാലത്തെക്കുറിച്ച് എന്ത് വിശ്വസിച്ചിരുന്നു, അതാണ് ജൂയിഷ് എസ്കറ്റോളജി. ജൂയിഷ് എസ്കറ്റോളജിയുടെ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണിത്. വിശദീകരണം ആവശ്യമാണ്. ഞാൻ പറഞ്ഞാൽ ഇന്നത് പറ്റത്തില്ല. എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, അധികാല സംഭവങ്ങളെക്കുറിച്ച് ഒരു സീരീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അതിൻ്റെ ക്ലാസ് ഉണ്ട്. ഹിന്ദിയിലാണ് ക്ലാസ്, നോട്ട് പക്ഷേ ഇംഗ്ലീഷിൽ കൊടുക്കും. ആ ക്ലാസ്സിൻ്റെ അകത്ത് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് എസ്കറ്റോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അന്ത്യകാല സംഭവങ്ങൾ. അതിനകത്ത് ഇതൊക്കെ വിശദമായി പറയുന്നുണ്ട്. മലയാളം മാത്രം അറിയാവുന്നവർക്ക് വേണ്ടി ആ ഒരു സീരീസ് നമ്മൾ ആരംഭിക്കാം. ഹിന്ദി അറിയാവുന്നവർക്ക് ആ ബൈബിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഓരോ ദിവസവും നടത്തുന്ന ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഒരു നമ്മുടെ ആസാദി ഹിന്ദി ചാനലിൽ ഇടുന്നുണ്ട്. പക്ഷേ അത് പബ്ലിക്കിന് വേണ്ടിയല്ല, അത് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ ലിങ്ക് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദി അറിയാവുന്നവർക്ക് ഞാനത് തരാം. അപ്പോൾ അതിനകത്ത് ജൂയിഷ് എസ്കറ്റോളജി എന്താണ്, ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് കർത്താവ് ഈ ഭൂമി ഒന്ന്
രാജ്യം സ്ഥാപിക്കും. ഇതിനകത്ത് അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ജൂയിഷ് എസ്കറ്റോളജി ശരിക്കും ഒത്തിരി കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. മശിഹയുടെ വരവിനെക്കുറിച്ച് അവർക്കറിയാം, ദാവീദിൻ്റെ സന്തതിയായ മശിഹ വരും. പക്ഷെ അവർക്കുള്ള കൺഫ്യൂഷൻ പലതായിരുന്നു. ഒന്ന്, യെശയ്യാവ് 53 പറയുന്നു മശിഹ കഷ്ടം അനുഭവിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് സെഖര്യാവൊക്കെ പ്രവചിക്കുമ്പോൾ വരുന്ന മശിഹ ഒരു രാജാവാണ്. ദാനിയേലിൻ്റെയൊക്കെ മശിഹ എന്ന് പറയുന്നത്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ മേഘാരൂഢനായി വരുന്ന മശിഹ. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമുക്കൊരു സന്തതി, ഒരു മകൻ ജനിച്ചിരിക്കുന്നു, കന്യക ഗർഭിണിയായി ജനിച്ച ഒരു മകൻ. അപ്പം കൺഫ്യൂഷനാണ് ഇത് രണ്ടും എങ്ങനെ ഒന്നിച്ചു പോകുന്നത്. ഒരിടത്ത് സഫറിങ് സെർവൻറ്റ്, മറ്റൊരിടത്ത് രാജാവ്. ഒരിടത്ത് ഈ പറഞ്ഞതുപോലെ കന്യക ഗർഭിണിയായി ജനിച്ച മകൻ, വേറൊരിടത്ത് മേഘാരൂഢനായി ജനിച്ച മകൻ. യഹൂദന്മാർക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ യേശുവിൻ്റെ ഭൂമിയിലെ ഒന്നാം വരവിന് മുമ്പേ യഹൂദന്മാർക്ക് അറിയത്തില്ലായിരുന്നു യേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള മശിഹയുടെ വരവിന് ഒന്നിലധികം ഘട്ടങ്ങളുണ്ടെന്ന്, ഫേസസ്. യേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഭൂമിയിൽ കന്യകയിലൂടെ ജനിക്കുമെന്നുള്ളത് യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർ പ്രതീക്ഷിക്കുന്നത് രാജാവായി വരുന്ന യേശുവിനെയാണ്, മേഘാരൂഢനായി വരുന്ന യേശുവിനെയാണ്. പക്ഷേ കന്യകയിൽ ജനിച്ച യേശു, കൺഫ്യൂഷൻ. അതുകൊണ്ട് ചില യഹൂദ റബായിമാർ ഇങ്ങനെ പഠിപ്പിച്ചു, 2 മശിഹ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ചോസൺ വൺ എന്ന് പറയുന്നത് ഒരാളല്ല, 2 പേരാണ്. ഒരാൾ സഫറിങ് സെർവൻറ്റും ഒരാൾ രാജാവായിട്ട് വരുന്നവരും. ഇങ്ങനെയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതേ മണ്ടത്തരമാണ് നമ്മളിപ്പോൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് എക്സ്കറ്റോളജി പഠിപ്പിക്കുമ്പോഴും ചെയ്യുന്നത്. യഹൂദനുണ്ടായിരുന്ന കൺഫ്യൂഷൻ ഇന്ന് പുതിയ നിയമസഭയ്ക്കകത്തുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിന് 2 ഫേസ് ഉണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, യഹൂദന് എങ്ങനെയാണോ മശിഹയുടെ വരവിന് 2 ഫേസ് ഉണ്ട് എന്ന് അറിയാതിരുന്നത്, അതുപോലെ ചിലർ കൺഫ്യൂസ്ഡ് ആകുന്നു. അതുകൊണ്ടാണ് ഈ റാപ്ചറും മഹത്വ പ്രത്യക്ഷതയും 2 പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം. ഡീറ്റെയിൽസ് പറയേണ്ടതാണ്, പോകുന്നില്ല കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്വസ്റ്റ്യൻ ജൂയിഷ് എസ്കറ്റോളജിയുടെ ബേസിലാണ്. അവർക്ക് ഈ കർത്താവ് ഭൂമി സഭ സ്ഥാപിക്കുന്നതും പിന്നെ പോയി സഭയെ ചേർക്കുവാൻ തിരിച്ചു വരുന്നതും പിന്നെ യഹൂദന് വേണ്ടി മതപ്രതീക്ഷതയിൽ വരുന്നതും ഒന്നും അവർക്ക് അന്ന് അറിയത്തില്ല. അത്രയും റെവലേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. ആ റെവലേഷനൊക്കെ കിട്ടിയത് പൗലോസിലൂടെയും പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനിൽ കൂടിയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പൗലോസിന് പോലും യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം പറയാം, പൗലോസ് മരിക്കുന്നിടം വരെ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. പൗലോസ് മരിച്ച ശേഷമാണ് അടുത്ത റെവലേഷൻ ജോണിലൂടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ പൗലോസിനെക്കാട്ടിലും ഭാഗ്യവാന്മാരാണ്. കാരണം പൗലോസ് വായിക്കാത്ത വെളിപ്പാട് പുസ്തകം നമുക്ക് കിട്ടി. പൗലോസിനുള്ളതിനെക്കാട്ടിലും കൂടുതൽ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് റെവലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് എസ്കറ്റോളജി എന്ന്. എസ്കറ്റോളജി, ഭാവികാല ശാസ്ത്രം പഠിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, സമഗ്രമാകുന്ന അറിവുണ്ടാകണം. പ്രവചനങ്ങൾ, ഓരോ ഭാഗത്തുള്ള പ്രവചനങ്ങൾ, അത് ഏത് ഭാഗമാണ് ഫിറ്റ് ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രവചനം വ്യാഖ്യാനിക്കുന്നവർ പലരും മണ്ടത്തരങ്ങൾ പറയുന്നത്. വെറുതെ വ്യാഖ്യാനിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കൃത്യമായിട്ട് ചോദ്യം എന്താണ്, നിന്റെ രാജ്യം സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? കാരണം അവരുടെ പ്രതീക്ഷ, ജൂയിഷ് എസ്കറ്റോളജിയിൽ നിന്ന് അവരുടെ പ്രതീക്ഷ മശിഹ രാജ്യം സ്ഥാപിക്കാൻ വരുന്നു. യേശു കർത്താവിൻ്റെ മറുപടി, ഇങ്ങനെയുള്ള സമയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക നിങ്ങളുടെ ജോലിയല്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. മനസ്സിലായോ? എസ്കറ്റോളജിയിൽ എന്നാണ് രാജ്യം സ്ഥാപിക്കുന്നതെന്ന് പോലും യേശു അവർക്ക് ക്ലൂ കൊടുക്കുന്നില്ല. പിന്നെന്ത് പറഞ്ഞെന്നറിയോ? യേശു പറഞ്ഞത് ബട്ട് യു വിൽ റിസീവ് പവർ. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചേർത്താണ് 8-ാം വാക്യം പഠിക്കേണ്ടത്. സമയം അന്വേഷിക്കുന്നതല്ല നിങ്ങളുടെ ജോലി, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ മനസ്സിലാക്കണം, ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയല്ല, ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുകയാണ്. ഒരു വലിയ അപകടം ഞാൻ പറയാം. കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് പറഞ്ഞ ഡേറ്റൊക്കെ തീരുമാനിക്കുമ്പോൾ ഇവാഞ്ചലൈസേഷൻ മറന്നിട്ട് ആളുകൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം കേട്ടോ, നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ഇൻസെക്യൂരിറ്റിയിലേക്ക് പോയി. സുവിശേഷീകരണമൊന്നും ഇനി വേണ്ട എന്ന് പറയുന്നവർ പോലും ഉണ്ട്. കർത്താവ് വരാൻ അടുത്തു, അതുകൊണ്ട് നമ്മളെ തന്നെ ഒരുങ്ങുക. എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പോയില്ലെങ്കിലോ? റാപ്ചർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനോൺ ഉണ്ട്. റാപ്ചർ ഡിപ്രഷൻ. റാപ്ചർ, കർത്താവിൻ്റെ വരവ് എടുത്തു എന്ന് പറഞ്ഞ് ഡിപ്രഷനിലായി പോകുന്ന അവസ്ഥയുണ്ട്. റാപ്ചർ
ഹോബിയ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? റാപ്ചറിനെ ഭയക്കുന്നവർ, അയ്യോ ഞാനും കാണാൻ എടുക്കപ്പെട്ടില്ലെങ്കിലോ? കാരണം എന്താണെന്നറിയാം, വേദവസ്വം നന്നായിട്ട് പഠിച്ചിട്ടില്ല. നമ്മുടെ കമൻ്റ് ഇട്ട സഹോദരൻ പറഞ്ഞതുപോലെ നമ്മുടെ പാസ്റ്റർമാർ പ്രോസ്പെരിറ്റിയും പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ശരിക്കും കർത്താവിൻ്റെ മടങ്ങിവരവ് എന്താണ്, എങ്ങനെയാണ്, രക്ഷ എന്താണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ എടുക്കപ്പെടലിനുള്ള യോഗ്യത എന്താണ്, ഇതൊന്നും നമ്മുടെ വിശ്വാസികൾക്ക് അറിയത്തില്ല. ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇൻസെക്യൂരിറ്റി ജീവിക്കുക, ക്രിസ്ത്യൻ ലിബർട്ടി അനുഭവിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. നിങ്ങളിനിയും ആ ന്യായപ്രമാണത്തിനും പാപത്തിനും അടിമകളല്ല, ഫ്രീഡം പ്രാപിച്ചു വന്ന ലിബർട്ടിയുടെ ആ ഒരു മർമ്മം ഇതുവരെയും പലർക്കും വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അറിയത്തില്ല ഇപ്പോഴും വചനം എന്താണെന്ന്. അതുകൊണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുക. ഈ താൻ ബാധി ദൈവം ബാധി എന്ന് പറയത്തില്ലേ, കർത്താവ് എന്നെ രക്ഷിച്ചിനി ബാക്കി ഞാനോട് ചെയ്തല്ലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. താൻ ബാധി ദൈവം ബാധി സിസ്റ്റം അല്ല ന്യൂ ടെസ്റ്റമെൻ്റ്. എന്നെ കൊണ്ട് കഴിയാത്തത് സ്വർഗത്തിലെ ദൈവം സാധ്യമാക്കി തീർത്തു. ധനവാൻ സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുന്നത് അസാധ്യമെന്ന് ശിഷ്യന്മാർ ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യം. നിത്യതയിലെത്തുക മനുഷ്യന് അസാധ്യമാണ്, പക്ഷെ കാൽവരി ക്രൂശിലൂടെ അവിടുന്ന് അത് സാധ്യമാക്കി തന്നു. ക്രൂശിലാണ് എൻ്റെ വിജയം, ക്രൂശാണ് എൻ്റെ അനുഗ്രഹം. ക്രൂശ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിത്യതയിൽ എത്തുന്നത്. അവൻ്റെ ധാർമ്മികത, അവൻ്റെ റൈച്ചസ്നെസ്, അവൻ്റെ നീതി എൻ്റെ നീതിയായി മാറിയതുകൊണ്ട് എൻ്റെ നീതി പ്രവർത്തികൾ നിമിത്തമല്ല. ഇത് നന്നായിട്ട് ദൈവമക്കൾ പഠിക്കണം. നമ്മൾ സന്തോഷത്തോട് ജീവിക്കും. ക്രിസ്തു സ്വതന്ത്രമാക്കിയ സന്തോഷത്തോട് ജീവിക്കും. ഞാൻ മടങ്ങി വരട്ടെ. വലിയ ഇൻസെക്യൂരിറ്റിയിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഇത് സാത്താൻ്റെ വലിയ തന്ത്രമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെങ്കിൽ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് എടുക്കപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. യേശുവിൻ്റെ രക്തമല്ലാതെ ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് കിട്ടിയ സമയം ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളായി തീരുകയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ദീർഘമായി പോകുന്നത് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് വേഗത്തിൽ ആ കമൻറ്റുമായി ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പിന്നെയും പറയുകയാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അയാൾ പറഞ്ഞിട്ടുള്ള പ്രവചന സമയം സെപ്റ്റംബർ 23, 24 തീയതികൾ വെച്ച് പല കാൽക്കുലേഷൻ്റെയും വിലയിരുത്തലുകളുടെയും വീഡിയോകൾ കണ്ടു. ഇന്നത്തെ സാഹചര്യത്തിൽ അവയൊന്നും കണ്ണടച്ച് തള്ളുവാൻ കഴിയില്ല. അദ്ദേഹം പറയുന്ന 23, 24 തീയതികളിൽ പറയുന്ന കാഹളധ്വനി പെരുന്നാൾ, അത് റോഷ് ഹോസന്ന എന്നത് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ലേവ്യ പുസ്തകം 23, 24 എന്നീ വാക്യങ്ങളിലാണുള്ളത്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്നത്തെ സഭായുഗമെന്ന് പറയുന്നത് ഈ പറഞ്ഞ കാൽക്കുലേഷനിൽ ഒന്നും പോകാത്ത യുഗമാണ്. മനസ്സിലാക്കണം. ചർച്ച് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ പറയുന്ന കാൽക്കുലേഷനിൽ ഒന്നും പോകുന്നില്ല. ഞാൻ തെളിയിച്ചു തരാം. അത് തെളിയിച്ചു തരണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്ന ദൈവദാസനാണ്. ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ യുഗപരമായ ഇടപെടലുകൾ, യുഗങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അതായത് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട ശേഷം സ്ഥാപിക്കപ്പെട്ട ദൈവസഭ, സഭായുഗമെന്ന് പറയുന്നത് ഒരു പുതിയ യുഗമാണെന്നും ഈ സഭായുഗത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വ്യത്യസ്തമാണെന്നും യഹൂദനെ ഒടിച്ചു കളഞ്ഞെടുത്താണ് സഭയെ സ്ഥാപിച്ചതെന്നും റീപ്ലേസ് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് തെളിയിച്ചു തരാൻ പറ്റും. ചിലരൊക്കെ അതിനെതിരായിട്ട് ഈ ദിവസങ്ങളിൽ വാദിക്കുന്നത് ഞാൻ കണ്ടു. ഈ ഡിസ്പെൻസേഷൻ എന്ന ഡോക്ട്രിൻ പൊട്ടിച്ചു കളഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള പല കാൽക്കുലേഷനും പ്രസക്തി ഉണ്ടാകുകയാണ്. ഡിസ്പെൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലർ പറഞ്ഞത് ഈ ഡാർബി അല്ലേ ബ്രദർകാരൊക്കെ പഠിപ്പിച്ചത്, അത് ആര് പഠിപ്പിച്ചാലും എന്താ, കത്തോലിക്കൻ പഠിപ്പിച്ചാൽ പോലും വചനത്തിലെ സത്യം സത്യമാണെങ്കിൽ സത്യമാണ്. അത് ഇന്നാര് പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റൊന്നും ആകത്തില്ല. ആര് പഠിപ്പിക്കട്ടെ, വചനപ്രകാരം അത് സത്യമാണെങ്കിൽ, അത് വചനപ്രകാരം ലോജിക്കലാണെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ഇന്നാര് പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഡിസ്പെൻസേഷനിൽ ഞാൻ വിശ്വസിക്കുന്നു. അതായത് യഹൂദനെ റീപ്ലേസ് ചെയ്തതാണ്. സഭയാണ് മണവാട്ടി. യഹൂദ സഭ മണവാട്ടി സഭയുടെ ഭാഗമല്ല. വിശദീകരണത്തിലേക്ക് ഇപ്പം പോകുന്നില്ല. എനിക്കറിയാം ചോദ്യങ്ങളുണ്ടാകും, ഞാൻ പിന്നെ ചെയ്യാം. ക്ഷമയോട് കൂടെ കാത്തിരിക്കുക. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. വലിയ സീരിയസ് ആയിട്ട് ഇത് പോകുന്ന എനിക്ക് ചിന്തയുണ്ട്. ഡിസ്പെൻസേഷൻ യുഗങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞുതരാം ചുരുക്കമായിട്ട്, ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം നമുക്കറിയാമല്ലോ. ദാനിയേലെ അന്വേഷിച്ച, കണ്ടുപിടിച്ച, ദാനിയേൽ കാൽക്കുലേറ്റ് ചെയ്തൊരു കാര്യമാണ്. പ്രവാസം 70 വർഷത്തിന് ശേഷം തീരുമെന്ന് ഒരു സംഖ്യ കണ്ടിട്ട് ദാനിയേൽ പ്രാർത്ഥിച്ചു. അതിന് ഉത്തരം കിട്ടി. പക്ഷെ പ്രവാസത്തെക്കുറിച്ചല്ല ഉത്തരം കിട്ടിയത്, ജെറുസലേം ദേവാലയത്തിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുമൊക്കെയാണ് ഉത്തരം കിട്ടിയത്. അവിടെ ഛേദിക്കപ്പെടുന്ന ഒരു അഭിഷക്തനെ കുറിച്ചുള്ള പ്രവചനം ദാനിയേലിന് കിട്ടുന്നു. 70 ആഴ്ചവട്ടം, ടോട്ടൽ 490 ദിവസം
7 ഗുണം 70 490 ദിവസം. ആ 490 ദിവസം ഒരു ദിവസത്തിന് ഒരു വർഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 490 വർഷമാണെന്ന് നിജപ്പെടുത്തുന്നു. അതിനകത്ത് 483 ദിവസങ്ങൾ അല്ലെങ്കിൽ 483 വർഷങ്ങൾ 69 ആഴ്ചവട്ടങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കൃത്യമായി നിവർത്തിക്കപ്പെട്ട പ്രവചനമാണ്. അതായത് ജെറുസലേം പട്ടണത്തെ പുനഃസ്ഥാപിക്കാനുള്ള കൽപ്പന പുറപ്പെട്ട് ആ സമയം മുതൽ അല്ലേ, ജെറുസലേം ദേവാലയത്തിൻ്റെ റീസ്റ്റോറേഷൻ്റെ ആ കാലഘട്ടം മുതൽ കൃത്യമായിട്ട് 483 വർഷമാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണം ഉണ്ടായത്. കൃത്യമായ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. 69 ആഴ്ചവട്ടത്തെയും പ്രവചനം നിവർത്തിക്കപ്പെട്ടു. അടുത്തത് ഇനി ഒരൊറ്റ ആഴ്ചവട്ടം കൂടെ ബാക്കിയുള്ളൂ, 70-ാം ആഴ്ചവട്ടം. ആ 70-ാം ആഴ്ചവട്ടത്തിന് ഉള്ള പ്രശ്നം എന്താ? വെളിപ്പാട് പുസ്തകത്തിൽ 3.5 വർഷം എന്ന് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ദാനിയേലും പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു 7 വർഷം, 3.5 വർഷത്തെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആ ഭരണം. അപ്പോൾ ആ ഒരു 70-ാമത്തെ ആഴ്ചവട്ടമാണ് അടുത്ത നടക്കേണ്ടത്. പക്ഷേ 69 ആഴ്ചവട്ടം ഫിനിഷ് ചെയ്തപ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. കൃത്യമായ പ്രവചനം നിവർത്തിക്കപ്പെട്ടില്ലേ? പക്ഷെ അടുത്ത ദിവസം ഇനി ആൻറ്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരേണ്ടതാ ദാനിയേലിൻ്റെ പ്രവചനം അനുസരിച്ച്. പക്ഷെ വന്നില്ല. ഇപ്പം തന്നെ 2000 വർഷമായിരിക്കുന്നു, ഇതുവരെയും ആൻറ്റി ക്രൈസ്റ്റ് വന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തതിന് കാരണം ഈ 69 ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു യുഗം വന്നു. ആ യുഗത്തിനാണ് ചർച്ച് പീരീഡ് എന്ന് പറയുന്നത്. അത് ഈ യഹൂദൻ്റെ കലണ്ടറിൽപ്പെട്ട പീരീഡ് അല്ല, അത് ജാതികൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയമാണ്. കാലസമ്പൂർണത വന്നു. യഹൂദൻ്റെ കാലസമ്പൂർണത വന്നപ്പോൾ പുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് ചെയ്തു? ജാതികളുടെ സംഖ്യ തികയുവോളം ഒരു പുതിയ യുഗം ഉണ്ടായിരിക്കുകയാണ്, ഒരു പുതിയ പീരീഡ് ഉണ്ടായിരിക്കുകയാണ്. ഈ പീരീഡിലുള്ള സഭ, മണവാട്ടി സഭ, അതിനെ യഹൂദൻ്റെ കാൽക്കുലേഷനും കലണ്ടറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇത് പഴയ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു YSKL സാർ എന്ന് പറഞ്ഞ വളരെയധികം പ്രസിദ്ധനായിരുന്ന പ്രവചന വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണെന്ന് എൻ്റെ ഓർമ്മ. YSKL സാർ പറഞ്ഞത്, യഹൂദൻ ഒരു 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 ട്രക്കാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ ട്രക്ക് ഓടി 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 ഒരു ലെവൽ ക്രോസിൽ വന്ന് നിൽക്കുന്നു. ആ ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഒരു ട്രെയിൻ അതിലൂടെ കടന്നു പോകണം. ട്രെയിൻ കടന്നു പോകുന്നിടം വരെ ഈ ലെവൽ ക്രോസിൽ ഈ ട്രക്ക് കിടക്കും. വൺസ് ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞാൽ ലെവൽ ക്രോസ് ഓപ്പൺ ആകുകയും ട്രക്ക് പിന്നെ മൂവ് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞു, ഈ ട്രക്ക് യഹൂദനാണ്, കടന്നു പോകുന്ന ട്രെയിൻ സഭയാണ്. സഭ കടന്നു പോകുന്നിടം വരെ യഹൂദനുമായിട്ടുള്ള കർത്താവിൻ്റെ കവനന്റ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സഖറിയാവിൽ പറയുന്നു, 11-ാം അധ്യായത്തിൽ പറയുന്നു, നല്ല ഇടയനെ ത്യജിച്ച് തുമ്പുകെട്ട ഇടയനെ സ്വീകരിക്കുന്ന യഹൂദൻ്റെ എന്ത് സംഭവിച്ചു? കവനന്റ് കർത്താവ് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഉടമ്പടി കർത്താവ് ബ്രേക്ക് ചെയ്തു. ഇത് പ്രവചനമാ, സഖറിയാവ് 11. അങ്ങനെയാണെങ്കിൽ യഹൂദനുമായിട്ടുള്ള കവനന്റ് ബ്രേക്ക് ചെയ്ത് യഹൂദൻ ചർച്ച് യുഗം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വൺസ് ചർച്ച് യുഗം കഴിഞ്ഞിട്ട് മാത്രം, സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ട് മാത്രമേ യഹൂദ കലണ്ടർ ഇനിയും റീസ്റ്റാർട്ട് ആകത്തുള്ളൂ. ബിബ്ലിക്കൽ പ്രോഫറ്റിക്കൽ കലണ്ടറാണ് ഞാൻ പറയുന്നത്. അല്ലാതെ യഹൂദൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇന്ന് ഏതാണ്ട് 5700 ചില്ലുവാനം വർഷങ്ങളായ ആ കലണ്ടറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിന്നെ പ്രവചന കലണ്ടർ, ഇപ്പോൾ സഭായുഗം ഇതിന് വെളിയിലാണ്. അതുകൊണ്ടാണ് പഴയ പാസ്റ്റർമാർ ഈ യുഗത്തെ പരന്തറ്റിക് പീരീഡ് എന്ന് വിളിച്ചത്. പരന്തറ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാക്കറ്റ് കാലം. കേട്ടിട്ടില്ലേ? സഭ ബ്രാക്കറ്റ് കാലമാണ്. സഭ ഈ കണക്കിലൊന്നും പെടാത്തതാണ്. അതുകൊണ്ട് സഭ 1000 വർഷമാണോ 2000 വർഷമാണോ 2500 വർഷമാണോ ഭൂമിയിലുള്ളതെന്ന് ആർക്കും അറിയത്തില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ വൺസ് സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും ട്രക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. യഹൂദനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തുടങ്ങും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞതുപോലെ ഈ യഹൂദനുമായിട്ടുള്ള ബന്ധത്തിലുള്ള എല്ലാ കാൽക്കുലേഷനും പ്രസക്തമാകും. അതുകൊണ്ട് ഡിസ്പെൻസേഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, റീപ്ലേസ്മെൻറ്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ചർച്ച് പരന്തറ്റിക് പീരീഡ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു പ്രവാചകനും പഴയ നിയമത്തിൽ കാണാൻ പറ്റാത്ത കാലഘട്ടമാണ് സഭാ കാലഘട്ടം എന്ന് വിശ്വസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുക, വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകല്ലേ. ഈ ജൂയിഷ് കലണ്ടറിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകല്ലേ. ഇനി യഹൂദന് ഉള്ള ശബത്തനുഭവത്തെക്കുറിച്ച് ഒരു റെഫറൻസ് ഈ ആൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കണക്കുകൾ
ഒക്കെ വ്യത്യസ്തമാണ്. അതിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. 2025 ആകുമ്പോൾ 7ാമത്തെ ശബത്ത് വർഷം ഉണ്ടാകുന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഈ 7ാമത്തെ ശബത്ത് വർഷം, പിന്നെ 7 ഗുണം 7 49 കഴിഞ്ഞ് 50ാമത്തെ ജൂബിലി, ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇതൊക്കെ ശുദ്ധ കോൺസ്പിറസിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കോൺസ്പിറസി എന്ന് പറയത്തില്ലേ, കോൺസ്പിറസി ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്ന കോൺസ്പിറസിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ വെറും കോൺസ്പിറസി തിയറീസാണ്. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. യഹൂദന് വേണ്ടി ദൈവം ഒരു ശബത്തനുഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എബ്രായ ലേഖനത്തിലും പൗലോസും പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ. അതേതാണ് ആ ശബത്തെന്നറിയാമോ? അത് മില്ലേനിയമാണ്. ഒരു ദിവസം 1000 വർഷം കർത്താവ് ഭൂമിയിൽ ഭരിക്കുന്ന ഒരു മില്ലേനിയം അനുഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ നാൾ, അതിനെയാണ് നമ്മൾ സഹസ്രാബ്ദ വാഴ്ച എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി ഈ ജോഷുവ ആളെ ശരിക്കും കൺഫ്യൂഷൻ ആക്കിയിരിക്കുകയാണ്. ജോഷുവയ്ക്ക് പേരെടുക്കാൻ കഴിഞ്ഞു. കർത്താവ് മടങ്ങി വരുന്ന സമയത്ത് കൃത്യമായ ദിവസം കർത്താവ് വരും, പ്രവചിക്കാൻ പോകരുത്. പിന്നെ ഒറ്റ കാര്യം കൂടി ഇതിനകത്ത് പറയുന്നത്, UN ഒരു സമാധാന സമ്മേളനം സെപ്റ്റംബർ മാസം 23-24 വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ആകാംക്ഷ തോന്നി, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? UN സമാധാന സമ്മേളനം, ലോക സമാധാന സമ്മേളനം. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് സെപ്റ്റംബർ മാസത്തിൽ UN 80ാമത്തെ സമ്മേളനം ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് സമാധാന സമ്മേളനമൊന്നും എല്ലാ വർഷവും ആരംഭിക്കുന്ന പോലെ ഈ പ്രാവശ്യം UN സമ്മേളനം ആരംഭിക്കുന്നു. UN വെച്ചിരിക്കുന്ന വേൾഡ് പീസ് ഡേ സെപ്റ്റംബർ 21 23-24 ഒന്നുമല്ല. അത് എല്ലാ വർഷവും സെപ്റ്റംബർ 21 തന്നെയാണ്. അതിനകത്തൊന്നും പുതിയ കാര്യമൊന്നുമില്ല. ചുമ്മാതെ ആളുകളെ ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡേറ്റ് എടുത്ത് കണക്ട് ചെയ്ത് നമ്മുടെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഇടുന്നു എന്ന് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ വ്യക്തി എഴുതിയിരിക്കുന്ന കമൻറ്റിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്, ഈ പ്രവചനം ശരിയാകാം തെറ്റാകാം, അങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ. ഈ പ്രവചനം തെറ്റാണ്. കാരണം യേശു കർത്താവ് നിഷേധിച്ച മേഖലയിലേക്ക് അനുവാദം കൂടാതെ പ്രവേശിക്കുക. യേശു കർത്താവ് ഒരു വാക്യത്തിലല്ല കേട്ടോ. മത്തായി സുവിശേഷം 24:36 പിതാവല്ലാതെ മറ്റാരും, സ്വർഗത്തിലെ ദൂതന്മാർ പോലും പുത്രൻ പോലും ഈ തീയതി അറിയുന്നില്ല. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മറ്റൊരു സെഷനിൽ പറയാം. മർക്കോസ് 13:32 അതേ വാക്യം യേശു കർത്താവ് പറയുന്നു. 1 തെസ്സലോനിക്കർ 5:1-2 കാലങ്ങളെക്കുറിച്ച് സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ. ഫോർ യു ആർ ഫുള്ളി അവെയർ ദാറ്റ് ദ ഡേ ഓഫ് ദ ലോർഡ് വിൽ കം ലൈക്ക് എ തീഫ് ഇൻ ദ നൈറ്റ്. കർത്താവിൻ്റെ ദിവസം ഒരു കള്ളനെ പോലെ വരും. പൗലോസും പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതാണ് കർത്താവിൻ്റെ ദിവസം വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡേറ്റുകൾ തീരുമാനിക്കുന്നത് ശുദ്ധ മടയത്തരമാണ്. ഒരു കമൻറ്റിനോട് മറുപടി പറയാം. ഈ പ്രിയ സഹോദരൻ്റെ കമൻറ്റിൻ്റെ താഴെ ഞാനൊരു മറുപടി കൊടുത്തിരുന്നു. ആ മറുപടിക്ക് താഴെ പിന്നെയും വന്ന ഒരു കമൻറ്റ്, ആസാദി മലയാളം, വളരെയധികം കുഞ്ഞുങ്ങൾക്ക് ദർശനം ഉണ്ടാകുന്നു, യുവജനങ്ങൾക്കുണ്ടാകുന്നു. അത് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതേ ദർശനം കാണുന്നു. അതായത് ജോഷുവ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു പാറ്റേൺ പോലെ കുറേ പേരങ്ങ് ദർശനം കാണുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, ഈ ദർശനമാണോ വചനമാണോ വലുത്? ദർശനം കണ്ടെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ആരെങ്കിലും ദർശനം കണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിക്കുണ്ടാകുന്ന വെളിപ്പാടിന് ഒരു വിലയുമില്ല, ദർശനത്തിന് ഒരു വിലയുമില്ല. സാത്താനും ദർശനം കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ ചിന്തയായിരിക്കാം. അപ്പോൾ ദർശനമല്ല വലുത്. ആര് ദർശനം കണ്ടാലും ആര് വെളിപ്പാട് കണ്ടാലും ദൈവജനത്തിൽ യേശു നിഷേധിച്ച മേഖലയിലേക്ക് കയറിപ്പോകുന്നത് തെറ്റാണ്. ആ കുഞ്ഞുങ്ങൾ കാണുന്ന ദർശനം, വെളിപ്പാട്, ഇതെല്ലാം ഫോഷ്കാണ്. ഒന്നുകിൽ അവർ കള്ളം പറയുന്നു, അല്ലെങ്കിൽ സാത്താൻ അവരെ കള്ളദർശനം കാണിക്കുന്നു. ഇത് രണ്ടാണ് അതിനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ യേശുവിൻ്റെ വരവിനെ കുറിച്ച് ചില സെഷൻസ് ചെയ്യാം. അത് നമ്മുടെ വ്യൂവേഴ്സിന് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ